പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഈ ചൊവ്വാഴ്ച വായിച്ച് ധ്യാനിക്കുന്നു. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ പ്രസംഗിക്കുന്നതിനെ കുറിച്ച് അതിന്റെ തുടക്ക ഭാഗമാണ് ഈ തിരുവചന ഭാഗം. ഈശോയുടെ വരവിന് വേണ്ടി തന്റെ മരുഭൂമിയിലെ പ്രസംഗത്തിലൂടെ സ്നാപക യോഹന്നാൻ ആളുകളെ ഒരുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ മനസ്സാണ് സത്യത്തിൽ ഇപ്പോൾ മരുഭൂമി പോലെ ആയിരിക്കുന്നത്. മരുഭൂമി എന്ന് പറയുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഓടി വരും. അത് വെള്ളമില്ലാത്ത സ്ഥലമാണ്, സാധാരണ ഉള്ള സസ്യജാലങ്ങൾക്ക് കാര്യമായി വളരാൻ പറ്റാത്ത സ്ഥലമാണ്, മറ്റ് ജീവികൾക്ക് പാർക്കാൻ പറ്റാത്ത ഇടമാണ്, മനുഷ്യർ പോകാൻ ആഗ്രഹിക്കാത്ത ഇടമാണ്, വലിയ ഏകാന്തതയുടെ ആരുമില്ലാത്തത് കൊണ്ട് ഏകാന്തതയുടെ സ്ഥലമാണ്, മണലിൽ ഒളിച്ചിരിക്കുന്ന ചില വിഷപ്പാമ്പുകളുടെ സ്ഥലമാണ്. അങ്ങനെ മരുഭൂമി പല കാര്യങ്ങൾ കൊണ്ടും വലിയൊരു നെഗറ്റീവ് പിക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്. ദൈവം എന്ന ജലം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളും നമ്മുടെ ജീവിതങ്ങളും ഈ മരുഭൂമി പോലെ, ഈ മരുഭൂമിയുടെ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാര്യങ്ങളായി, ഗുണങ്ങളുള്ള കാര്യങ്ങളായി നമ്മുടെ മനസ്സും മാറുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ ചൈനയിൽ നിന്ന് വന്ന ഒരു വാർത്ത എങ്ങനെയാണ്? ചൈനയിൽ അവര് മംഗോളിയൻ മരുഭൂമിയുടെ ഭാഗത്ത് 4000 ഏക്കറോളം മരുഭൂമി അവര് ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നു. ആഗോള താപനത്തെ തടയുന്നതിനും ഭൂമി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിൻ്റെയും ഒക്കെ ഭാഗമായി ചൈന അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ട് ചെയ്യുന്നതാണ്. മംഗോളിയൻ ഡെസേർട്ടിൽ 4000 ഏക്കർ അവർ മരുഭൂമി ഗ്രീൻ ഫോറസ്റ്റ് ആക്കി മാറ്റാനായി പരിശ്രമിക്കുന്നു. അതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഈ നാളുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത, പ്രത്യേകമായി വളർത്തിയെടുക്കുന്ന ഒരു തരം ചെടിയാണ് നടുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സാധാരണ വളരുന്ന സസ്യങ്ങളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി പ്രത്യേകമായ രീതിയിൽ അവരുടെ ലാബുകളിൽ തയ്യാർ ചെയ്ത ഒരു സസ്യമാണ്, ഒരു ചെടിയാണ്, ഒരു തണ്ടാണ് അവിടെ നടുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ കുറച്ച് വെള്ളത്തിൽ വളരാൻ കഴിവുള്ളതാണ്. അങ്ങനെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മരുഭൂമിയായി കിടക്കുന്ന ഒരു പ്രദേശം 4000-ഓളം ഏക്കർ അവർക്ക് തിക്ക് ഫോറസ്റ്റ് ആക്കി, ഗ്രീൻ ഫോറസ്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചു. പലയിടങ്ങളിലും അത് ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ബാക്കി സ്ഥലങ്ങളിലേക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സും മരുഭൂമി പോലെ ആയി പോയ കാര്യങ്ങളിൽ പുതിയ ചെടികൾ നട്ട് അത് വെള്ളമുള്ള, മനുഷ്യന് പാർക്കാൻ പറ്റുന്ന, മറ്റ് സസ്യജാലങ്ങൾക്ക് വളരാൻ പറ്റുന്ന, മറ്റ് ആളുകൾക്കും നമ്മുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്ന രീതിയിൽ, മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ എന്നൊരു ഏകാന്ത തുരുത്തല്ല, നമ്മൾ മറ്റുള്ളവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള തിന്മയുടെ വിഷപ്പാമ്പുകളെയൊക്കെ മാറ്റി വളരെ ഫലഭൂയിഷ്ടമായൊരു പ്രദേശമാക്കി നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും ഹൃദയവും മാറ്റാനുള്ള അവസരം കൂടിയാണ് ഈ നോമ്പുകാലം. ഈശോ എന്ന ജലം വരുമ്പോഴാണ്, ഈശോ എന്ന ജീവൻ വരുമ്പോഴാണ്, ജലം ജീവനാണെന്ന് പറയാറുണ്ട്, ഈശോ എന്ന ആത്മീയ ജീവൻ വരുമ്പോഴാണ്, ജലം വരുമ്പോഴാണ് നമ്മുടെ മനസ്സും മരുഭൂമി അല്ലാതായി മാറുന്നത്. നമ്മുടെ മനസ്സ് ഇപ്പോൾ മരുഭൂമിയാണോ? ഈ പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മരുഭൂമിയുടെ തലത്തിലാണ് നമ്മുടെ മനസ്സ്. അതെങ്ങനെ നമുക്ക് ഫലഭൂയിഷ്ടമായ നല്ല മണ്ണായി മാറ്റിയെടുക്കാമെന്ന് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം, പരിശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. മരുഭൂമി പോലെ ആയി പോകുന്ന ഞങ്ങളുടെ മനസ്സുകളെ നല്ല ജലാംശമുള്ള, മറ്റുള്ളവർക്ക്, പക്ഷികൾക്കും സസ്യജാലങ്ങൾക്കും മറ്റുള്ള മനുഷ്യർക്കുമൊക്കെ വന്ന് അഭയം തേടാവുന്ന രീതിയിൽ നല്ല മനസ്സിന്റെ ഉടമകളായി മാറാൻ, ഫലസമൃദ്ധമായ മണ്ണായി മാറാൻ ഞങ്ങളുടെ മനസ്സിനെയും സഹായിക്കണം. അതിനായി ഈശോ എന്ന ആത്മീയ ജലത്തെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകണം. ഈ നോമ്പുകാലം, ഈ പിറവിക്കാലം ഞങ്ങളുടെ മനസ്സ് അതിനുവേണ്ടി ഒരുക്കുന്ന
മരുഭൂമി മലർവാടിയാക്കി മാറ്റുന്ന ആ ഒരു ആത്മീയ കാര്യം ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ സുവിശേഷം കൂടുതലായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.